ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണം വന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 4-ാം അധ്യായം 25-ാമത്തെ ശ്ലോകം മുതൽ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവം പുത്രേതി തന്മയതയാദരവോ അഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാതോസ്മി. പ്രമാദനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഇനി 4-ാം അധ്യായം 25-ാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കുന്നു. 24 വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. മൈത്രേയന്റെ വാക്കാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ യജ്ഞത്തിൽ വെച്ച് ദക്ഷനോട് പറഞ്ഞിട്ട് അവൾ നിലത്ത് വടക്കു നോക്കി വാക്കുകളെ നിയന്ത്രിച്ച് ജലം കയ്യിലെടുത്ത് ആചമിച്ച് മഞ്ഞപ്പട്ട് ധരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് അവൾ യോഗസമാധിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് യോഗസമാധി എന്നുള്ളതൊന്ന് വിസ്തരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിൽ കൃത്വാ സമാനാവനിലോചിതാഫനാം ഫോദാനമുത്ഥാപ്യ ജനാഭിചക്രതാം ശനീഹൃദി സ്ഥാപ്യ ധിയോരഫിസ്ഥിതം കണ്ഠാദ്ഭ്രുവോർ മധ്യമനിന്ദിതാനയത്. കൃത്വ ചെയ്തിട്ട് സമാനവും അനിലവും സമാനങ്ങളായ അനിലങ്ങളെ തുല്യങ്ങളായിട്ട്, അനിലം വായു എന്നർത്ഥം. ദ്വിവചനം പറഞ്ഞുകൊണ്ട് 2 വായുക്കളെ എന്നർത്ഥം. അനിലവും സമാനങ്ങളായ 2 വായുക്കളെ, 2 വായുഗതികളെ സമാനമാക്കി മാറ്റിയിട്ട് 5 വായുവിൻ്റെ ഗതിയാണ് ഉള്ളിലുള്ളത്. പ്രാണ, അപാന, ഉദാന, വ്യാന, സമാനങ്ങൾ. ഓരോന്നിൻ്റെയും പ്രവൃത്തി ഓരോ തരത്തിലാണ്. പ്രാണോ നാമ പ്രാഗമനവാൻ. പ്രാണൻ എന്നുള്ളത് പ്രാഗമനവാനാണ്. അത് നാസാഗ്രവർത്തി, മൂക്കിൻ്റെ അറ്റത്താണ്. ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്നതാണ്. അപാനോ നാമ അർവഗമനവാൻ. അപാനൻ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. പായുവാദിസ്ഥാനവർത്തി, പായു ആദികളായ, അതായത് മലദ്വാരം, ജനനേന്ദ്രിയങ്ങൾ ആദിയായിരിക്കുന്ന പായുസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള വായുവിനെ താഴേക്ക് വലിക്കുന്നതാണ് അപാനവായു എന്ന് പറയും. പ്രാണൻ അപാനൻ. വ്യാനഹ വിശ്വഗമനവാൻ. വിശ്വക്കെന്ന് വെച്ചാൽ ചുറ്റും എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. അഖില ശരീരവർത്തി. ശരീരത്തിലെ എല്ലായിടത്തുമാണ് അതിൻ്റെ സ്ഥാനം. ഇന്ന സ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ല. പ്രാണൻ നാസാഗ്രവർത്തിയാണ്. അപാനൻ പായുവാദിസ്ഥാനവർത്തിയാണ്. വ്യാനൻ അഖില ശരീരവർത്തിയാണ്. ഉപാനോ കണ്ഠസ്ഥാനീയ.
ഉപാനൻ കണ്ഠത്തിലാണ്, കഴുത്തിലാണ്. ഊർധ്വഗതിയാണ്, അതിന് മുകളിലേക്കുള്ള വായുവിൻ്റെ ഗതിയാണ്. അപാനൻ താഴേക്കാണ്, ഉപാനൻ മുകളിലേക്കാണ്. ഇനി ഫമാന അശിത പീത അന്ന ഫമീകരണ. അശിതമായ ഭക്ഷിക്കപ്പെട്ടതും പീതവുമായ കുടിക്കപ്പെട്ടതുമായ അന്ന ഫമീകരണ, അന്നത്തെ ഫമീകരിക്കലാണ് അതിൻ്റെ ജോലി. ശരീര മധ്യഗതനാണ്. എന്നിങ്ങനെ 5 പ്രാണനെക്കുറിച്ച്, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ജോലി, ഇതൊക്കെ ആയുർവേദത്തിലും ശരീരശാസ്ത്രങ്ങളിലും വേദാന്തത്തിലൊക്കെ വിസ്തരിച്ച് വിന്യസിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതിലെ 2 വായുവിനെ അനിലവും ഫമാനവും ഫമാനമാക്കി ചെയ്തിട്ട് ജിതാസന, ആസനത്തെ ജയിച്ചുകൊണ്ട് പോദാനം ഉദ്ധാപ്യ, ഉദാനത്തോടുകൂടി ഉയർത്തിയിട്ട് നാഭിചക്രത്തിൽ നിന്നും ശനൈഹി ഹൃദി സ്ഥാപ്യ, പതുക്കെ ഹൃദയത്തിലേക്ക് സ്ഥാപിച്ചിട്ട് ധിയാ ഉരഫി സ്ഥിതം, ബുദ്ധി കൊണ്ട് ഉരഫിൽ സ്ഥിതി ചെയ്യിപ്പിച്ചിട്ട് കണ്ഠത്തിൽ നിന്നും ഭ്രുവോഹോ മധ്യം, ഭ്രൂക്കളുടെ മധ്യത്തിലേക്ക്, പുരികങ്ങളുടെ ഇടയ്ക്കിലേക്ക് അനിന്ദിത അനയത്, അനിന്ദിതയായ അവൾ, പൂജ്യയായ അവൾ നയിച്ചു എന്ന്. എങ്ങനെയാണ് യോഗവിധാനത്തിൽ കൂടി ശരീരം ഉപേക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ദക്ഷന്റെ യാഗാഗ്നിയിലല്ല ഇവൾ ശരീരം ഉപേക്ഷിച്ചത്, യോഗാഗ്നിയിലാണ്. അതെങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കലായിരുന്നില്ല. തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് യോഗാസനസ്ഥയായി പ്രാണായാമത്തെ നിയമിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത്. അതെങ്ങനെയാണെന്ന് പറയാൻ പുറപ്പെട്ടാണ്. ശരീരത്തിൽ നിന്നും ജീവചൈതന്യം ശരീരവുമായി വേറിടുന്ന സമയത്ത് വായുവിൻ്റെ ചലനം കൊണ്ട് ശരീരത്തിന് ചലനം നേരിടാതിരിക്കത്തക്ക വിധത്തിൽ ആസനത്തെ ഉറപ്പിക്കണം. അതിനാണ് സമാധ്യാവസ്ഥയിൽ ആസനത്തെ ദൃഢമായി ഉറപ്പിക്കുന്നതിനാണ്. ജീവചൈതന്യം വേർപെട്ടു പോകുമ്പോൾ ശരീരത്തിന് ഒലച്ചിലുണ്ടാകും. അതിനുണ്ടാവാതിരിക്കാൻ വേണ്ടി ശരീരത്തെ ദൃഢമായ ആസനത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ഇപ്പോൾ 50 ആസനമോ ഏതെങ്കിലും ആസനം വേണം എടുക്കാം. അതിൽ ഉറച്ച്, ഇതാണ് ആസനത്തിൻ്റെ ആവശ്യകത ഈ സമാധി ശീലിക്കുന്ന ഒരാൾക്ക്. അവിടെ നിന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കണം, സ്വന്തം അധീനയിലാക്കണം. എന്നിട്ട് പ്രാണായാമം ആരംഭിക്കണം. ഇതാണ് യോഗത്തിൻ്റെ ഒരു ക്രമം. ആദ്യം ഉത്കൃഷ്ടമായ ആസനം തിരഞ്ഞെടുത്ത് അതിലിരിക്കണം. രണ്ടാമത് ഇന്ദ്രിയങ്ങളെ അടക്കണം. മൂന്നാമത് പ്രാണായാമം കൊണ്ട് പ്രാണനെയും അടക്കണം. അത്രയും ആയിക്കഴിഞ്ഞാൽ ഊർധ്വഗതിയോടുകൂടിയ പ്രാണവായുവിനെയും അധോഗതിയോടുകൂടിയ അപാനവായുവിനെയും, അത് ഉദാനനെയും അപാനനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണം. അവിടെയാണ് അനിലവും സമാനവും എന്ന് പറഞ്ഞത്. ഈ 2 വായുഗതികളെ സമാനമാക്കി ചെയ്തുകൊണ്ട് ദിക്കുകളിലേക്കുള്ള അതിൻ്റെ പോക്ക് നിരോധിക്കണം. അതിനെ മുകളിലേക്കും താഴേക്കും വിടരുത്, ഉറപ്പിച്ചു നിർത്തണം. കൊണ്ട് ശരീരവ്യാപാരങ്ങളെ നടത്താൻ മുഖ്യമായിരിക്കുന്ന ഈ പ്രാണാദികളായ വായുക്കളെ നാഭിസ്ഥാനത്തിലുള്ള മണിപൂരകം എന്ന ചക്രത്തിൽ ഉറപ്പിക്കണം. അപ്പോൾ അവിടെ ഷഡാധാരങ്ങൾ, അതുപോലെ ഷഡ്ചക്രങ്ങൾ എന്നൊക്കെ നമ്മൾ സഹസ്രനാമത്തിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ 5-6 പേരിലുള്ള ഷഡാധാരങ്ങൾ, ഷഡ്ചക്രങ്ങൾ. അതിനെക്കുറിച്ചൊരു വിവരണമാണ് ഇത് കൊടുക്കുക.
പക്ഷെ നമുക്ക് അത്രയും എളുപ്പം മനസ്സിലാക്കാൻ വിഷമമാണ്. കാരണം നമ്മൾ ആ വഴിയിലേക്ക് അധികം പോകാത്തവരാണ്. പക്ഷേ എങ്കിലും സാമാന്യം ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഇരുന്നു കൊണ്ട് മണിപൂരകം എന്ന ചക്രത്തെ നിലയുറപ്പിക്കണം. സോദാനം ഉത്ഥാപ്യച്ച നാഭിചക്രത. നാഭിചക്രത്തിൻ്റെ പേരാണ് മണിപൂരം എന്ന്. അവിടെ മണിപൂരകം എന്ന ചക്രത്തിൽ നിലയുറപ്പിക്കണം. എന്നിട്ട് നാഭിസ്ഥാനത്തുള്ള ഉദാനൻ എന്ന വായുവിനെ അവിടെ നിന്ന് മുകളിലേക്ക് പതുക്കെ ഉയർത്തി. അവിടെ രണ്ടും സമാനമായിട്ട് നിൽക്കുകയാണ്. അതിനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് പ്രാണാപാനന്മാരെ ഉദാനനോട് കൂട്ടി യോജിപ്പിക്കണം. പ്രാണനെയും അപാനനെയും അടക്കി നിർത്തുകയാണ്. ഉദാനനെയും അപാനനെയും അടക്കി നിർത്തുകയാണ്. പ്രാണനുള്ളതിനെ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ അതിന് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ 3 വിധത്തിലുള്ള വായുക്കളെയും ഒന്നാക്കി മാറ്റി. മുമ്പേ 2 പറഞ്ഞ് ഇപ്പം 3 ഒന്നാക്കി. എന്നിട്ട് അതിനെ ഹൃദയത്തിലേക്ക് വ്യാപരിച്ച് ആ ഹൃദയസ്ഥാനത്തിലുള്ള അനാഹതം എന്ന ചക്രത്തിൽ അതിനെ ഉറപ്പിക്കണം. അവിടെ നിന്നും പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോയി കണ്ഠത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് മാറിടത്തിൻ്റെ ഊർധ്വഭാഗത്ത് വിശുദ്ധി ചക്രം എന്ന ചക്രമുണ്ട്. അവിടെ അതിനെ നിലനിർത്തണം. അതിൻ്റെ അഗ്രത്തിൽ കൂടി പതുക്കെ മുകളിലേക്ക് പോയി 2 പുരികങ്ങളുടെ ഇടയ്ക്കുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരണം. ആ രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇഷ്ടമുള്ള സ്ഥാനത്തേക്ക് രഥത്തോടു കൂടി പോകാൻ പറ്റും. അങ്ങനെ ജീവചൈതന്യത്തിൻ്റെ ഇരിപ്പിടമായ പ്രാണാദിവായുക്കളെയൊക്കെ ശരീരസ്ഥാനങ്ങൾ സഞ്ചരിപ്പിക്കാനും ഇഷ്ടമുള്ളപ്പോൾ വായുവിനോട് ചേർത്ത് സ്ഥൂലദേഹം വിട്ടുപോകാനും യോഗയ്ക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ശനൈഹി ഹൃദിസ്ഥാപ്യ ധിയ ഉരസിസ്ഥിതം കണ്ഠാദ ഭ്രൂർമധ്യം. അങ്ങനെ കണ്ഠത്തിൽ നിന്നും ഭ്രൂവിൻ്റെ മധ്യത്തിലേക്ക് ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവന്ന് അതൊരു ചക്രം പോലെ, രഥത്തിൻ്റെ ചക്രം പോലെയാണ്, യോദ്ധാവ് രഥം ഉപയോഗിക്കുന്നത് പോലെ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കാം. അനിന്ദിതയായ അവൾ ഇങ്ങനെ ഭ്രൂക്കളുടെ മധ്യത്തിലേക്ക് എല്ലാ വായുക്കളെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുവന്ന് അവിടെയുള്ള ആ ആജ്ഞാചക്രത്തിലേക്ക് ബലമായി ഉറപ്പിച്ചു നിർത്തിയാൽ പിന്നെ ശരീരബോധമില്ല, ശരീരം ഉപേക്ഷിക്കാം. ഇങ്ങനെയാണ് യോഗസമാധിയിൽ സതി ശരീരം ഉപേക്ഷിച്ചെന്ന് വ്യക്തമാക്കി വർണ്ണിച്ചു വെച്ചിട്ട് ഇത് മുഴുവൻ പഠിക്കാതെ വായിക്കാതെ യാഗാഗ്നിയിലാണ് സതി ദഹിച്ചു പോയത് എന്ന് പല ആചാര്യന്മാരും ഭാഗവതക്കാരും ഒക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗം ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. കൃത്വാ സമാനാവനിലൗജിതാഫനാം തോദാനമുത്ഥാപ്യജനാഭിചക്രതാം ശനൈർഹൃദി സ്ഥാപ്യ ധിയോരഭിസ്ഥിതം കണ്ഠഭ്രുവോർമധ്യമനിന്ദിതാനയത്. ജിതാഫനാം അനിലൗ സമാനൗ കൃത്വാ നാഭിചക്രതഃ ഉദാനം ഉദ്ധാപ്യ ഹൃദി സ്ഥാപ്യ ശനൈഃ ഉരഭിസ്ഥിതം ധിയാ കണ്ഠാത് ഭ്രുവോഃ മധ്യം അനിന്ദിതാഫ അനയത്. കൃത്വാ സമാനാവനിലൗജിതാഫനാം സോദാനമുത്ഥാപ്യ നാഭിചക്രതാം ശനൈർഹൃദി സ്ഥാപ്യ ധിയോരഭിസ്ഥിതം കണ്ഠഭ്രുവോർമധ്യമനിന്ദിതാനയത്. കൃത്വാ സമാനാവനിലൗജിതാഫനാം സോദാനമുത്ഥാപ്യ നാഭിചക്രതാം ശനൈർഹൃദി സ്ഥാപ്യ ധിയോരഭിസ്ഥിതം കണ്ഠഭ്രുവോർമധ്യമനിന്ദിതാനയൻ. ഏവം സ്വദേഹം മഹതം മഹീയസാം മുഹുഃസമാരോപിതമംഗമാദരാത് യാഫതീ ദക്ഷരുഷാമനസ്വിനി ദധാരഗാത്രേഷ്വനിരാഗ്നിധാരണം. ഏവം ഇങ്ങനെ സ്വദേഹം സ്വന്തം ശരീരത്തെ മഹതാം മഹീയസാം മഹതാം മഹാന്മാർക്കും മഹീയസ വന്ദിക്കപ്പെടുന്നവർക്കും മഹതാം
മഹീയഫാം മുഹുഹു ഫമാരോപിതം അംഗം ആദരാത്. മുഹുഹു വീണ്ടും വീണ്ടും, ഫമാരോപിതം എടുത്തു വയ്ക്കപ്പെട്ട, സ്വദേഹം സ്വന്തം ശരീരത്തെ, അംഗം ആദരാത് അംഗത്തെ ആദരപൂർവം വീണ്ടും വീണ്ടും ആരോപിച്ചിട്ട്, ജിഹാഫതി ഉപേക്ഷിച്ചുകൊണ്ട്, ജിഹാഫതി ഉപേക്ഷിക്കുക. ദക്ഷരുഷ ദക്ഷനുള്ള കോപം കൊണ്ട്, മനസ്വിനിയായ അവൾ, പ്രസിദ്ധമായ മനസ്സുള്ള അവൾ, ദധാര ധരിച്ചു, ഗാത്രേഷു ശരീരങ്ങളിൽ, അനിലഗ്നിധാരണാം അനിലിനെയും അഗ്നിയെയും സംബന്ധിക്കുന്ന ഒരു ധാരണയെ ധരിച്ചു. അഷ്ടാംഗയോഗങ്ങളിൽ ധാരണ എന്നുണ്ട്, ധരിക്കാതെ. ഇവിടെ പതി ചെയ്യുന്നത് ഈ ശരീരത്തെ, ഒരു ക്ലാസ്സിൽ എത്രയെന്ന് വിളിച്ചാൽ മതിയോ? ഏവം സ്വദേഹം മഹതാം മഹീയഫാ മുഹുഫമാരോപിതമംഗം ആദരാദ്യഹാഫതി ദക്ഷരുഷാ മനസ്സിനി ദധാര ഗാത്രേഷു അനില അഗ്നിധാരണ. അനിലൻ കാറ്റാണ്, വായുവാണ്. ആ വായുവിൽ അഗ്നിയുടെ അംശമുണ്ട്. വായുവിലുള്ള അഗ്നിയുടെ അംശത്തെ ഉയർത്തി, ബലപ്പെടുത്തി, ശക്തമാക്കിയിട്ട് അതുകൊണ്ട് ഭൗതിക ശരീരം ദഹിപ്പിച്ചു കളയാം. ഇതാണ് യോഗസമാധിയിൽ നേടുന്ന ഒരു ലക്ഷ്യം. അഗ്നിയെയും വായുവിനെയും ധ്യാനിച്ചുറപ്പിച്ചു. ശരീരം നശിക്കുന്നതിൽ ദുഃഖമില്ല, വേദനയില്ല, വിഷമമില്ല. ഇതൊന്നും ഇല്ലാത്ത ആ ദേവി, ഇതൊന്നും തന്നെ ബാധിക്കാത്തതുകൊണ്ട് യോഗധാരണയിൽ ഉത്സാഹത്തോടുകൂടി മനസ്വിനിയായ അവൾ ധീരചിത്തയാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ആത്മസാക്ഷാത്കാരമുണ്ടായവർക്ക് ശരീരം ഒരു സ്നേഹത്തിൻ്റെ ഉപകരണം അല്ല. അങ്ങനെ അവൾ ശരീരം ഉപേക്ഷിച്ചു. ജിഹാഫതി ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. എങ്ങനെയാണ് ശരീരത്തെ ഉപേക്ഷിച്ച്? അഗ്നി കൊണ്ട്. അഗ്നി കൊണ്ട് ബാഹ്യ ശരീരം കത്തിച്ചാമ്പലാകും. അങ്ങനെയാണ് ഉപേക്ഷിക്കാൻ പോവുക. അല്ലാണ്ട് എങ്ങനെ ഉപേക്ഷിക്കാൻ പറയും? ഇതെടുത്ത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പാമ്പ് പഴം പൊഴിക്കുന്ന പോലെ പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇവിടെ ദക്ഷനോടുള്ള കോപം കൊണ്ട് മഹാന്മാർക്കും മഹനീയനായിരിക്കുന്ന മഹതാം മഹീയഫാം ആയിരിക്കുന്ന ശിവൻ തൻ്റെ മടിത്തട്ടിൽ എടുത്ത് കയറ്റി വെക്കുന്ന ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. എല്ലാ ലോകരാലും വന്ദിക്കപ്പെടുന്ന പരമശിവൻ ഈ ഫതിയുടെ ശരീരത്തെ തൻ്റെ മടിയിൽ കയറ്റി വെച്ച് ലാളിക്കുന്നതാണ്. ആ ശരീരത്തെയാണ് അവൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവയവങ്ങളിലുള്ള വായുവിനെയും അഗ്നിയെയും ഒന്നിച്ചാക്കി ഉറപ്പിച്ച് സ്തംഭിപ്പിച്ചുകൊണ്ട് ധാരണയിൽ ഇരുന്നു, ധാരണയെ ധരിച്ചു പോന്നു. ഏവം സ്വദേഹം മഹതാം മഹീയഫാം മുഹുഫമാരോപിതമംഗമാദരാത് ജിഹാഫതീ ദക്ഷരുഷാ മനഃവിനീദധാര ഗാത്രേഷ്വനിലഗ്നിധാരണാം. ഏവം ദക്ഷരുഷാ മഹതാം മഹീയഫാം അംഗം മുഹു ആരോപിതം സ്വദേഹം ജിഹാഫതി മനഃവിനീ ഗാത്രേഷു അനിലാഗ്നിധാരണാം ദധാര. ഏവം സ്വദേഹം മഹതാം മഹീയഫാം മുഹുഫമാരോപിതമംഗമാദരാത് ജിഹാഫതി ദക്ഷരുഷാ മനഃവിനീ ദധാര ഗാത്രേഷ്വനിലഗ്നിധാരണാം. ഏവം സ്വദേഹം മഹതാം മഹീയഫാം
മുഹുഫമാരോപിതമംഗമാദരാത് ജിഹാഫതീദക്ഷരുഷാ മനഃവിനീം ദധാരഗാത്രേഷ്വനിലഗ്നിധാരണാം തതഃഭർത്തുശ്ചരണാംബുജാഭവം ജഗദ്ഗുരുശ്ചിന്തയതീന ചാപരം ദദർശദേഹോ ഹതകൽമഷഫദീഫദ്യ പ്രജ്ജ്വാലഭമാധിജഗ്നിനാം. തതഃ അനന്തരം സ്വഭർത്തുഃ ചരണാംബുജാഭവം, സ്വന്തം ഭർത്താവായ പരമശിവന്റെ ആ ചരണാംബുജത്തിൻ്റെ നിന്നും ലഭിച്ച ആഭവത്തെ, ഈ സമയത്ത് ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവായ പരമശിവന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ചു അവൾ. അതൊരാഭവം പോലെയായി. അത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഏറ്റവും സ്വാദിഷ്ടമായ മനോഹരമായ ആഭവം പോലെ ജഗദ്ഗുരോഹു ചിന്തയതി, ജഗദ്ഗുരുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, ലോകഗുരുവായ സ്വന്തം ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, നചാപരം മറ്റൊന്നും ചിന്തിച്ചില്ല. ദദർശ കണ്ടു, ദേഹം ഹതകൽമഷ, പാപങ്ങളെല്ലാം നീങ്ങി. ഇത്രയും യോഗസമാധി കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉണ്ടായിരുന്ന എല്ലാത്തരം കൽമഷങ്ങളും ഇല്ലാതായി. തന്നെയല്ല, പരമശിവന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ഉള്ളിൽ. ആർക്കാണോ ഈശ്വര ചിന്ത ഉള്ളിലുള്ളത് അവർ ഹതകൽമഷന്മാരായിത്തീരും. അങ്ങനെ ഇവിടെ ഈ സതി പാപം അറ്റവളായിട്ട് സദ്യ പെട്ടെന്ന് പ്രജ്ജ്വാല, ജ്വലിപ്പിച്ചു. പ്രജ്ജ്വാല സമാധിജ അഗ്നിന, സമാധിയിൽ നിന്നും ജനിച്ച അഗ്നി കൊണ്ട്. സമാധിജ അഗ്നിന, സമാധിയിൽ നിന്നും ജനിച്ച അഗ്നി കൊണ്ട് ഈ ഭൗതിക ശരീരത്തെ പ്രജ്ജ്വാല, ജ്വലിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. പരമശിവന്റെ പാദപത്മമാകുന്ന ആനന്ദമെന്ന ആഭവം, ആ ധ്യാനം കൊണ്ട് ലഭിച്ച അത്യാനന്ദമാണ്. അത് മറ്റുള്ള ആഭവങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട്, ഇത് ഏറ്റവും അധികം ആസ്വദിച്ചുകൊണ്ട്, മറ്റൊന്നും കാണാതെ മഹാദേവന്റെ പാദപങ്കജം മാത്രം കണ്ടുകൊണ്ട് ആനന്ദമനുഭവിച്ച് ഈ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചു. ശിവനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് പാപവും ഇല്ലാതായി. അങ്ങനെ ശരീരം സമാധിയിൽ നിന്നുമുണ്ടായ അഗ്നിയിൽ ഭസ്മായിപ്പോയി. ആ പതിവ്രതയായ അവൾ വീണ്ടും ശിവനെ ലഭിക്കാൻ വേണ്ടി ശിവനെ ധ്യാനപൂർവം സ്മരിച്ചുകൊണ്ട് അതേ രൂപം തന്നെ വീണ്ടും കിട്ടും. മരണസമയത്ത് ഏതാണോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിന് തക്ക ഒരു ശരീരവും ആകൃതിയുമാണ് അടുത്ത സമയത്ത് കിട്ടുന്നത്. ഗീത പറയും, യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേകലേബരം തം തമൈവേദി കൗന്ദേയ തഥാ തദ്ഭാവഭാവിതാഹ. അതുകൊണ്ട് മരണസമയത്ത് അല്ലെങ്കിൽ ജീവൻ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്ത് സ്മരണയാണോ ഉള്ളത് ആ സ്മരണയ്ക്കനുസരിച്ചുള്ള ശരീരം വീണ്ടും കിട്ടും. അതുകൊണ്ട് ഇവൾ ശരീരം ഉപേക്ഷിക്കാൻ നേരം പരമശിവനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഉപേക്ഷിച്ചത് കൊണ്ട് അടുത്ത ജന്മത്തിൽ പരമശിവനെ പ്രാപിക്കാനുള്ള ഒരു ശരീരമായിട്ട് ഇവൾ മാറും. അതാണ് രണ്ടാമത് പാർവതിനുള്ള ജന്മമായിട്ട് വരാൻ കാരണം. തതഃസ്വഭർത്തുശ്ചരണാംബുജാഭവം ജഗദ്ഗുരോശ്ചിന്തയതി നചാപരം ദദർശദേഹോ ഹതകൽമഷഫതി സദ്യപ്രജ്ജ്വാലസമാധിജഗ്നിനാം. തതഃ ജഗദ്ഗുരോः
സ്വഭർത്തുഃ ചരണാംബുജാഭവം ചിന്തയതി ഫതി അപരം അപരം ന ദദർശ ഹതകൽമഷഃ ദേഹഃ സമാധിജാഗ്നിനാ സദ്യഃ പ്രജജ്വാല തതഃ സ്വഭർത്തുശ്ചരണാംബുജാഭവം ജഗദ്ഗുരോശ്ചിന്തയതീന ചാപരം ദദർശ ദേഹോ ഹതകൽമഷഃ സദ്യഃ പ്രജജ്വാല സമാധിജാഗ്നിനാം തതഃ സ്വഭർത്തുശ്ചരണാംബുജാഭവം ജഗദ്ഗുരോശ്ചിന്തയതീന ചാപരം ദദർശ ദേഹോ ഹതകൽമഷഃ സദ്യഃ പ്രജ്വാല സമാധിജാഗ്നിനാം തത്പശ്യതാം ഖേ ഭുവി ചാത്ഭുതം മഹത് ഹാഹേതി വാദഃ സുമഹാനജായതാം ഹന്തപ്രിയാ ദൈവതമസ്യ ദേവി ജഹാവഫൂൻ കേന ഫതി പ്രകോപിതാം. തത്പശ്യത, അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ, ഖേ ഭുവിച, സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലും ഇരുന്ന് ഈ കാഴ്ച കാണുന്നവർ, അത്ഭുതം, അത്ഭുതകരമായ ഈ കാഴ്ചയെ കാണുന്നവർ, ഹാ ഹാ ഇതി വാദ, ഹാ ഹാ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സുമഹാൻ അജായത, വളരെ ഉറക്കെ ഹാ ഹാ എന്ന് ശബ്ദം ഉണ്ടാക്കി. താഴെ നിന്നും മേളിൽ നിന്നും രണ്ടു കൂട്ടർ ഇത് കണ്ടു. ഭൂമിയിലുള്ളവരെ കണ്ടു, ആകാശത്തുള്ള ദേവന്മാരെ കണ്ടു, മനുഷ്യരെ കണ്ടു, ദേവന്മാരെ കണ്ടു. രണ്ടു കൂട്ടരും മുകളിലും താഴെയും നിന്ന് ഉറക്ക ശബ്ദം ഉണ്ടാക്കി ഹാ 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 കഷ്ടം എന്നിങ്ങനെ. മഹത്ത് ഹാ ഹാ ഇതി വാദക മഹത് ഹാഹേതി വാദ. അവിടെ ദായും ധായനെ ചേർന്ന് ഇഥ വരും, പിന്നെ ഹേ വരുള്ളൂ. അതിന് മുമ്പുള്ള ഒരു ഹായുണ്ട്. അതുകൊണ്ട് മഹത്ത് എന്ന് പദം ഛേദിച്ചിട്ട് ഹാ ഹാ ഇതി കൂടി ചേരുമ്പോൾ മഹത് ധാഹേതി, മഹത്ത് ഹാ ഹാ ഇതി എന്നുള്ള വാദ ശബ്ദം സുമഹാൻ വളരെ വലുതായിട്ട് അജായത ഉണ്ടായി. ഹന്ത അത്ഭുതകരമാണ് എന്ന് പറയട്ടെ. പ്രിയ ദൈവതം അഫ്യ ദേവി, പ്രിയായ ആ സതീദേവി ദൈവതം അഫ്യ, അഫ്യ ദൈവതം ഏറ്റവും പൂജ്യനായ ആ ദേവന്റെ ദേവിയായ അവൾ, മഹാദേവന്റെ ദേവിയായ അവൾ ജഹൗ അഫൂൻ ജഹാവഫൂൻ, ജഹൗ ഉപേക്ഷിച്ചു, അഫൂൻ പ്രാണങ്ങളെ കൂടിച്ചേരുമ്പോൾ ജഹാവഫൂൻ, ജഹൗ അഫൂൻ ജഹാവഫൂൻ. അർത്ഥം പറയുമ്പോൾ അഫൂൻ ജഹാവ, പ്രാണനെ ഉപേക്ഷിച്ചു. കേന പതി പ്രകോപിത, കേന ദക്ഷനാൽ, പ്രകോപിതാഫതി ദക്ഷനാൽ ഏറ്റവും കോപിപ്പിക്കപ്പെട്ടവളായിട്ട് അവൾ അവളുടെ പ്രാണനെ ഉപേക്ഷിച്ചു. ഇതാണ് ഫതിയുടെ അന്ത്യം എന്ന് വരച്ചു കാണിക്കുകയാണ്. മഹാദേവന്റെ പത്നിയായിരുന്നതുകൊണ്ട് യോഗസമാധിക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ഫതിക്ക്. അതുകൊണ്ട് ആ ശരീരം കത്തിച്ചാമ്പലായി പോവുകയും ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതും മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും മുകളിലുള്ള ദേവന്മാരും താഴെയുള്ള മനുഷ്യരും കണ്ടിട്ട് ഹഹാ എന്ന് അവർ ഉറക്കെ ശബ്ദമുണ്ടാക്കി. ആ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ ഈ ദേവി ദക്ഷനാൽ പ്രകോപിതയായ ആ ദേവി അഫുഞ്ചഹാള, പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. തത്പശ്യതം ഖേ ഭുവി ചാത്ഭുതം മഹത് ഹാഹേരിവാദഫു മഹാനജായതാം ഹന്തപ്രിയാ ദൈവതമസ്യ ദേവി
ജഹാവഫുൻ കേന ഫതീ പ്രകോപിതാം ഖേ ഭുവി ച മഹത്ത് തത് അദ്ഭുതം പശ്യതാം ഹാ ഹാ ഇതി വാദഃ സുമഹാൻ അജായത ദൈവതം അസ്യ പ്രിയാ ദൈവതം അസ്യ പ്രിയാ ഫതി കേന പ്രകോപിത അഫൂൻ ജഹൗ ഹന്ത തത്പശ്യതം ഖേ ഭുവിരദ്ഭുതം മഹത് ഹാഹേരിവാദഫു മഹാനജായതാം ഹന്തപ്രിയാ ദൈവതമസ്യ ദേവി യഹാവഫൂൻ കേന ഫതീ പ്രകോപിതാം തത്പശ്യതാം ഖേ ഭുവിരദ്ഭുതം മഹത് ഹാഹേരിവാദഫു മഹാനജായതാം ഹന്തപ്രിയാ ദൈവതമസ്യ ദേവി ജഹാവഫൂൻ കേന ഫതീ പ്രകോപിതാം അഹോ അനാത്മ്യം മഹദസ്യ പശ്യത പ്രജാപതേയസ്യ ചരാചരം പ്രജാഃ ജഹാവഫൂന്യദ്യുമതാത്മജാ ഫതി മനഃസ്വിനി മാനമഭീക്ഷ്ണമർഹതി. അഹോ ആശ്ചര്യമായിരിക്കുന്നു. അനാത്മ്യം മഹത് അസ്യ പശ്യത. അനാത്മ്യം ആത്മാവ് അല്ലാതിരിക്കുന്ന ദേഹാഭിമാന രൂപമായ ആത്മാവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അനാത്മ്യം, ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മ്യം, അതിനെക്കുറിച്ച് അറിയാത്തത് അനാത്മ്യം. അങ്ങനെ അനാത്മ്യം മഹത്ത് അസ്യ, മഹത്ത് വലുതാണ്, അസ്യ പശ്യത കണ്ടോളൂ ഇത്. പ്രജാപതേഃ യസ്യ ചരാചരം പ്രജാഃ. യസ്യ ചരാചരം പ്രജാഃ, യാതൊരുവനാണോ ചരാചരങ്ങളൊക്കെ പ്രജകളായിത്തീർന്നത് ആ പ്രജാപതിയായ അവന് പ്രജാപതേഃ യസ്യ ചരാചരം പ്രജാഃ. ദക്ഷപ്രജാപതിയുടെ പ്രജകൾ ധാരാളം അവിടെയുണ്ട് ആ യജ്ഞശാലയിൽ. അവരിലെ ഒരേപോലെ സ്നേഹത്തോടു കൂടിയിരിക്കണം എന്നുള്ളത് പിതൃധർമ്മമാണ്. അതിലും അനേകം ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന സതീദേവിയെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുക മാത്രമല്ല, അവമാനിക്കുകയും ചെയ്തതിനെ സഹിക്കാനാവാതെ ആ പതിവ്രത പ്രാണത്യാഗം ചെയ്തല്ലോ, ഇത് മഹാകഷ്ടമാണ് എന്നിങ്ങനെ ദക്ഷന്റെ ദേഹാഭിമാനത്തിൻ്റെ ശക്തി കുറച്ചൊന്നുമല്ല, അതികഷ്ടമാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയെന്നർത്ഥം. അഹോ അനാത്മ്യം മഹദസ്യ പശ്യത. അസ്യ മഹത് അനാത്മം പശ്യത. ആത്മാവിനെക്കുറിച്ചുള്ള ഇയാളുടെ അറിവില്ലായ്മ എത്രയോ വലുതാണ് നോക്കൂ. പ്രജാപതേഃ യസ്യ ചരാചരം പ്രജാഃ. ചരാചരം മുഴുവൻ പ്രജകളായി കാണുന്ന പ്രജാപതിക്ക് ഈ ചരാചരം മുഴുവനും ഒരേപോലെ കാണാൻ പറ്റുക, അത് മുഴുവൻ തൻ്റെ സ്വന്തമാണ് എന്ന് കാണാൻ പറ്റുക. ചരാചരം പ്രജാഃ പ്രജാപതേഃ, പ്രജാപതിയുടേതാണ് എന്ന് ജഹൗ അഫൂൻ പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. ജഹാവഫൂൻ യദ്വിമത, യാതൊരുവനാൽ അവമാനിക്കപ്പെട്ടവളായിട്ട്. ജഹൗ അഫൂൻ യദ്വിമത,
വിമത എന്ന് വെച്ചാൽ വിഗതമായ മതത്തോട് കൂടിയവൾ. മതം, മാനം, അഭിമാനം. അഭിമാനമില്ലാത്തവളായി എന്ന് വെച്ചാൽ അവമാനിക്കപ്പെട്ടവളായി. അവമാനിക്കപ്പെട്ടവളായിട്ട് അസൂഞ്ജഹവും പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. ജനങ്ങൾ ഇത് കണ്ടിട്ട് വിളിച്ചു പറയാറുണ്ട്, നോക്കൂ, ഈ ദക്ഷന്റെ ഒരു അനാത്മ്യത, ആത്മബോധമില്ലായ്മ, ഈ ചരാചരം മുഴുവൻ പ്രജകളായി കരുതുന്ന ആ മഹാദേവന്റെ ഇഷ്ടപ്പെട്ട പത്നിയായ ആ സതി ദേഹം ഉപേക്ഷിച്ച് നോക്കൂ. മനസ്വിനിയായ അവൾ മാനം അഭീഷണം അർഹതി. വീണ്ടും വീണ്ടും അഭീഷണം, വീണ്ടും 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 മാനത്തിന് അർഹതയുള്ളവളാണ് അവൾ എന്നിങ്ങനെ ഒരു കമന്റ് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മളും ഇങ്ങനെ പറയാറുണ്ട്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ന്. അങ്ങനെയുള്ളൊരു കമന്റ് ജനങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്തു. അഹോ അനാത്മ്യം മഹദഫ്യവശ്യത പ്രജാപതേയഫ്യചരാചരം പ്രജാ ജഹാവഫൂന്യദ്വിമതാത്മജാഫതീ മനഃഫിനി മാനമഭീഷ്ണമർഹതീ. അഹോ യഫ്യ ചരാചരം പ്രജാഃ അസ്യ പ്രജാപതേഃ അനാത്മ്യം മഹത്. അഹോ പശ്യത മനഃഫിനി ആത്മജാഫതി അഭീഷ്ണം മാനം അർഹതി യദ് വിമത അഫൂൻ ജഹൗ. അഹോ അനാത്മ്യം മഹദഫ്യവശ്യത പ്രജാപതേയഫ്യചരാചരം പ്രജാഹം ജഹാവഫുൻ യദ്വിമതാ ആത്മജാഫതി മനഃഫിനി മാനമഭീക്ഷണമർഹതി. അഹോ അനാത്മ്യം മഹദഫ്യവശ്യത പ്രജാപതേയഫ്യചരാചരം പ്രജാഹം ജഹാവഫുന്യദ്വിമതാത്മജാഫതി മനഃഫിനി മാനമഭീഷ്ണമർഹതി. ഫോയം ദുർമർഷഹൃദയോ ബ്രഹ്മധൃച്ച ലോകേപകീർത്തിം മഹതീയമവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്വിടുദ്യതാം ന പ്രത്യഷേധൻ മൃതേപരാധതാം. അയം ഈ അവൻ ദുർമർഷഹൃദയ, അസൂയയുള്ള ഹൃദയത്തോടു കൂടിയവനാണിവൻ. ദുർമർഷത, സഹിക്കാനാവാത്തത് അസൂയ. ദുർമർഷഹൃദയനായ അവൻ ദക്ഷൻ ബ്രഹ്മധൃക്ഷ, ബ്രഹ്മത്തെ, ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവനുമാണ്. ബ്രഹ്മധൃക്, ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവരും ദുർമർഷഹൃദയനുമാണ് ഈ ദക്ഷൻ. ലോകേ അപകീർത്തിം മഹതീം അവാപ്തി, ലോകത്തിൽ മഹത്തായ അപകീർത്തി പ്രാപിക്കുക തന്നെ ചെയ്യും. ലോകേ, ലോകത്തിൽ അപകീർത്തിയാണ് ഉണ്ടാകുക, ചെറുതൊന്നുമല്ല, മഹതീം അപകീർത്തി, വലിയ അപകീർത്തിയെ അവാപ്സ്യതി, പ്രാപിക്കും ഭാവികാലം. ഇങ്ങനെ ദുർമർഷഹൃദയനായ ബ്രഹ്മദ്രോഹിയായ അവൻ ലോകത്തിൽ വലിയ അപകീർത്തിക്ക് കാരണമായി തീരും എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഏതംഗജാം സ്വാം പുരുഷത് വിടുദ്യതാം, ഏത് അംഗജാം, യാതെന്നാണോ അംഗത്തിൽ നിന്നും ജനിക്കുന്നത്, അംഗജം ശരീരത്തിൽ നിന്നും ഉണ്ടായ, സ്വാം പുരുഷദ്വിഷ് ഉദ്യതാം, യാതൊരു പുരുഷനെ, ഈശ്വരനെ വിദ്വേഷിക്കുന്നവർ, വിദ്വേഷിക്കുന്നവർ,
പുരുഷദ്വിഡ് പരമപുരുഷനായ ഈശ്വരനെ ദ്വേഷിക്കുന്നവനാണ് ദക്ഷൻ. വിഡ് ഉദ്യതാം, ദുർമർഷഹൃദയനാണ്, ഈശ്വരനെ ദ്വേഷിക്കുന്നവനാണ്, വേദങ്ങളെയും ബ്രാഹ്മണരെയും നിന്ദിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഇവൻ ലോകത്തിൽ അപകീർത്തി തന്നെ ഉണ്ടാകും. ന പ്രത്യഷേധൻ മൃതയെ അപരാധത. ന പ്രത്യഷേധൻ, പ്രതിഷേധിക്കാൻ പറ്റില്ല. എന്താ കാരണം? മൃതയെ അപരാധത, അപരാധം കൊണ്ട് മരിക്കാനായിക്കൊണ്ട് ഒരുങ്ങുന്ന ഒരാൾ സ്വന്തം പുത്രിയെ പ്രത്യക്ഷേധയെ തടഞ്ഞില്ല, മുടക്കിയില്ല. ഏതൊരു പിതാവും ഓടിച്ചെന്ന് സതിയെ അവിടുന്ന് നീപ്പിച്ചു വിട്ട് ദേഹം ഉപേക്ഷിക്കാൻ അനുവദിക്കരുതാത്തതാണ്. അതാണ് പിതാക്കൾക്ക് പുത്രന്മാരുള്ള വാത്സല്യത്തിൻ്റെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണം അതാണ്. പക്ഷേ ഇത് ഒന്നും പ്രതിഷേധിച്ചില്ല. മകൾ ജീവൻ ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. കാരണം ദക്ഷനെ ശപിക്കുന്ന മട്ടിലാണ് ഇവിടെ അഭിപ്രായം പറയുക. ശിവൻ ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ശിവനെ ദ്വേഷിച്ചാൽ പൂജ്യന്മാരെയും ദ്വേഷിച്ചവനാണ് എന്ന് പറയാം. പരമശിവന്റെ ലോകപൂജ്യതയെ സഹിക്കാനാവാതെ ഹൃദയം ദുഷിച്ച ദക്ഷൻ ശിവനെ നിന്ദിച്ചു. അതുകൊണ്ട് സ്വന്തം പുത്രിയെ അവമാനിക്കുന്നു. ഈ അപരാധത്തെക്കുറിച്ച് ദുഃഖിച്ച് പുത്രി മരിപ്പാൻ ഭാവിച്ചപ്പോൾ അതിനെ തടഞ്ഞില്ല. അതുകൊണ്ട് ഈ ദക്ഷൻ ലോകത്തിൽ മഹാജനങ്ങളുടെ ഇടയിൽ അപകീർത്തിയുള്ളവനായി തീരും എന്ന് ജനങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി. സ്വയം ദുർമർഷഹൃദയോ ബ്രഹ്മധൃച്ചാം ലോകേ പ്രകൃതിം മഹതീമവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്വിരുദ്ധ്യതാം ന പ്രത്യഷേധൻ മൃതേ പരാധതാം. ദുർമർഷഹൃദയ പുരുഷദ്വിഷ് ബ്രഹ്മധൃക് അയം ലോകേ മഹതീം അപകീർത്തിം അവാപ്സ്യതി യത് അപരാധതഃ മൃതയെ ഉദ്യതാം സ്വാം അംഗജാം ന പ്രത്യഷേധേ. ഓയം ദുർമർഷഹൃദയോ ബ്രഹ്മധൃക്ചാം ലോകേ അപകീർത്തിം മഹതീമവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്വിരുദ്ധ്യതാം ന പ്രത്യഷേധൻ മൃതേ പരാധതാം. ഓയം ദുർമർഷഹൃദയോ ബ്രഹ്മധൃക്ചാം ലോകേ അപകീർത്തിം മഹതീമവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്വിരുദ്ധ്യതാം ന പ്രത്യഷേധൻ മൃതേ പരാധതാം. വദത്യേവം ജനേ ഫത്യാം ദൃഷ്ട്വാ സുത്യാഗമദ്ഭുതം ദക്ഷം തത്പാർഷദാഹന്തും ഉദതിഷ്ഠന്നുദായുധാഃ. വദതി ഏവം ജനേ, ഇങ്ങനെ ജനങ്ങൾ പറയുക. ഇതുവരെ പറഞ്ഞ 3 ശ്ലോകം ജനങ്ങളുടെ വാക്കുകളാണ്. വദതി ഏവം ജനേ, ജനങ്ങൾ ഇങ്ങനെ പറയുകയും സതിയാൽ ദൃഷ്ട്വാ അസുത്യാഗമദ്ഭുതം, അത്ഭുതമായ സതിയുടെ അസുത്യാഗത്തെ, പ്രാണനെ ഉപേക്ഷിക്കലിനെ കണ്ടിട്ട് ദക്ഷനെയും തത് പാർഷദാഹ, ദക്ഷന്റെ പാർഷദന്മാരെയും ഹന്തും ഉദതിഷ്ഠൻ ഉദായുധാഹ, കൊല്ലുന്നതിന് വേണ്ടി ആയുധമുയർത്തിക്കൊണ്ട് ഉദതിഷ്ഠൻ എഴുന്നേറ്റു നിന്നു. സതീദേവിയുടെ പ്രാണൻ പോയി കഴിഞ്ഞപ്പോൾ
അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഹാഹാ എന്നിങ്ങനെ ഈ ദക്ഷാപരാധത്തെ വളരെ ഘോഷിച്ചു പറയുന്ന സമയത്ത് ദേവിയുടെ കൂടെ വന്ന അനുചരന്മാര് ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു, ഉദ്ധാനം ചെയ്തു. 10 മിനിറ്റ് അങ്ങോട്ട് വിളിക്കുക, ഇപ്പൊ ക്ലാസ് വഴി. വദത്യേവം ജനേ സത്യാദിഷ്ട്വാ ഫുത്യാഗമദ്ഭുതം ദക്ഷം തത്പാർഷദാഹന്തും ഉദതിഷ്ഠന്നുദായുധാഹം. സത്യാഹ അത്ഭുതം അഫുത്യാഗം ദൃഷ്ട്വാ ജനേ ഏവം വദതി തത്പാർഷദാഹ ദക്ഷം ഹന്തും ഉദായുധാഹ ഉദതിഷ്ഠൻ. വദത്യേവം ജനേ സത്യാം ദൃഷ്ട്വാഫുത്യാഗമദ്ഭുതം ദക്ഷം തത്പാർഷദാഹന്തും ഉദതിഷ്ഠന്നുദായുധാഹം. വദത്യേവം ജനേ സത്യാം ദൃഷ്ട്വാഫുത്യാഗമദ്ഭുതം ദക്ഷം തത്പാർഷദാഹന്തും ഉദതിഷ്ഠന്നുദായുധാഹം. തേഷാമാപതതം വേഗം നിശമ്യ ഭഗവൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യജുഷാ ദക്ഷിണാഗ്നൗ ജുഹാവഹാം. തേഷാം ആപതതാം വേഗം നിശമ്യ. അതിവേഗത്തിൽ ഓടിവരുന്ന അവരുടെ വേഗം കണ്ടിട്ട് ഭഗവാൻ ഭൃഗു, നേർക്കു പാഞ്ഞു വരുന്ന വേഗത്തിൽ വരുന്ന അവരെ കണ്ടിട്ട് ഭൃഗു മഹർഷി യജ്ഞഘ്നഘ്നേന, യജ്ഞത്തിന് വിഘാതമുണ്ടാക്കുന്ന അവരെ നശിപ്പിക്കാൻ സമർത്ഥമായ യജ്ഞഘ്നഘ്നേന, യജ്ഞത്തെ ഹനിക്കുന്നത് യജ്ഞഘ്നം, അങ്ങനെയുള്ളവരെ കൊല്ലാൻ യജ്ഞഘ്നഘ്നേന, അങ്ങനെയുള്ള മന്ത്രം കൊണ്ട് യജുഷ, യജുർവേദ മന്ത്രം കൊണ്ട് ദക്ഷിണാഗ്നവും, ദക്ഷിണാഗ്നിയിൽ ജുഹാവഹ, ഹോമിച്ചുവല്ലോ. ഇങ്ങനെയുള്ള പകരം വീട്ടിലോ ദുഷ്ടകർമ്മങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഹോമം നടത്താനാണ് ദക്ഷിണാഗ്നി എന്ന് ഒരു ഹോമകുണ്ഡം യജ്ഞവേദികളിലൊക്കെ ഉണ്ടാകും. ആഭിചാരമന്ത്രം കൊണ്ട് ആ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു ഭൃഗു. തേഷാമാപതതം വേഗം നിശമ്യ ഭഗവൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യുഷാ ദക്ഷിണാഗ്നൗ ജുഹാവഹാം. ആപതതാം തേഷാം വേഗം നിശമ്യ ഭഗവാൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യജുഷാ ദക്ഷിണാഗ്നൗ ജുഹാവഹ. തേഷാമാപതതം വേഗം നിശമ്യ ഭഗവൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യജുഷാ ദക്ഷിണാഗ്നൗ ജുഹാവഹാം. തേഷാമാപതതം വേഗം നിശമ്യ ഭഗവൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യജുഷാ ദക്ഷിണാഗ്നൗ ജുഹാവഹാം. അധ്വരുണാഹൂയമാനേ ദേവാ ഉത്പേതുരോജസാം ഋഭോ നാമ തപസാ സോമം പ്രാപ്താ സഹസ്രശാം. അധ്വര്യുണ, അധ്വര്യുവിനാൽ, അധ്വര്യു യജ്ഞകർമ്മം ചെയ്യുന്ന ഋത്തുക്കളിൽ ഒരാളാണ്. അങ്ങനെയുള്ള മഹർഷിയാൽ ഹൂയമാനെ, ഹോമിക്കപ്പെട്ടപ്പോൾ ദേവാഹ ഉത്പേതുഹു ഓജസ, ദേവാഹ ദേവന്മാർ ഓജസ ശക്തിയോടുകൂടി ഉത്പേതുഹു ഉദ്ഭവിച്ചു, ഉണ്ടായി എന്നർത്ഥം. ഋഭവോ നാമ താപസാഹ, ഋഭുക്കൾ എന്നു പേരുള്ള ദേവന്മാർ, താപസാഹ താപസന്മാർ, സോമം പ്രാപ്താഹ സഹസ്രശ, ആയിരക്കണക്കിനുള്ള ശക്തിയോടുകൂടി അവരെ സോമപാനം നിർവഹിച്ചവരായി. യജ്ഞത്തിൻ്റെ കർത്താവായിട്ടിരിക്കുന്ന ഭൃഗു മഹർഷി യജ്ഞത്തെ രക്ഷിക്കേണ്ട അദ്ദേഹത്തിന് ബാധ്യതയാണ്. ദേവിയുടെ കൂടെ വന്നവരൊക്കെ അകത്ത് കടന്ന് യജ്ഞം കലക്കുമോ എന്ന ആശങ്ക വന്നപ്പോൾ ആഭിചാരമന്ത്രം കൊണ്ട് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ച് കുറേ ദേവതുല്യന്മാരായ ആളുകൾ ഉണ്ടായി. അവർക്ക് ഋഭുക്കൾ എന്നാണ് പേര്. അവരാകട്ടെ
തപസ തങ്ങളുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഹോമം പ്രാപ്താഹ ചന്ദ്രലോകത്തെ പ്രാപിച്ചവരാണ്. സഹസ്രശ 1000 പ്രാവശ്യം, പല പ്രാവശ്യവും ചന്ദ്രലോകത്തിൽ പോയിട്ട് വന്നുള്ളവരാണ് ഇവർ. അദ്ഭിജുണാഹൂയമാനേ ദേവാഉത്പേതുരോജസാം ഋഭവോ നാമ തപസ സോമം പ്രാപ്താ സഹസ്രശാം. അദ്ഭിജുണ ഹൂയമാനേ തപസ സോമം പ്രാപ്താഹ ഋഭവഃ നാമ ദേവാഃ സഹസ്രശഃ ഓജസാ ഉത്പേതുഃ. അദ്ഭിജുണാഹൂയമാനേ ദേവാ ഉത്പേതുരോജസാം ഋഭവോ നാമ തപസാ സോമം പ്രാപ്താ സഹസ്രശാം. അദ്ഭിജുണാഹൂയമാനേ ദേവാ ഉത്പേതുരോജസാം ഋഭവോ നാമ തപസാ സോമം പ്രാപ്താ സഹസ്രശാം. തൈരലാദായുധൈ സർവേ പ്രമഥാ സഹൗഹ്യകാഃ ഹന്യമാനോ മാനാദിശോ ഭേജുഃ ഉഷദ്ഭിഃ ബ്രഹ്മതേജസാം. തൈഃ അലാദ ആയുധേ, അലാദം ച തീക്കൊള്ളിയ, തീക്കൊള്ളി ആയുധമാക്കിയിരിക്കുന്ന അവരാൽ അഗ്നികുണ്ഡത്തിൽ വന്ന ഋഭുക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ആയുധം തീക്കൊള്ളികളാണ്. അവർ ആ ആയുധങ്ങളെ കൊണ്ട് സർവേ പ്രമഥാഹ സഹഗുഹ്യകാഹ, ഗുഹ്യകന്മാരെയും രുദ്രന്റെ പാർഷദന്മാരെയും ഒക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ ഹന്യമാനാഹ, അവരെ ഹനിച്ചപ്പോൾ ദിശോഭേജു, ദിക്കിനെ പ്രാപിച്ചു, ദിക്കിലേക്ക് പേടിച്ചോടി. ഉഷദ്ഭിഹി ബ്രഹ്മതേജസ, മന്ത്രശക്തി കൊണ്ട് ജ്വലിക്കുന്ന ആ ബ്രഹ്മതേജസ് കൊണ്ട് അവരെല്ലാം ഓരോ ദിക്കിലേക്ക് പാഞ്ഞൊളിച്ചു. രുദ്രപാർഷന്മാരെ ഓടിക്കാനുള്ള ശക്തി മന്ത്രവൈഭവത്തിന് ഉണ്ടാകും എന്നർത്ഥം. തൈരരാതായുധൈ സർവേ പ്രമഥാഃ സഹൗഹ്യകാഃ അന്യമാനാദിശോ ഭേജുഃ ഉഷദ്ഭിഃ ബ്രഹ്മതേജസാം. ബ്രഹ്മതേജസ ഉഷദ്ഭിഃ തൈഃ അലാദായുധൈ ഹന്യമാനാഃ സഹൗഹ്യകാഃ സർവേ പ്രമഥാഃ ദിശഃ ഭേജുഃ. തൈര അലാദായുധൈ സർവേ പ്രമഥാ സഹൗഹ്യകാം ഹന്യമാനാദിശാഭേജുർ ഉഷദ്ഭിഃ ബ്രഹ്മതേജസാം. തൈരലാദായുധൈ സർവേ പ്രമഥാ സഹൗഹ്യകാഃ ഹന്യമാനാദിശോ ഭേജു ഉഷദ്ഭിഃ ബ്രഹ്മതേജസാഃ. അങ്ങനെ പരമേശ്വരൻ്റെ പാർഷദന്മാരെയൊക്കെ ഈ ഭൃഗു മഹർഷി ആഭിചാരം ചെയ്ത് ഹോമിച്ച യജ്ഞശാലയിൽ നിന്നുണ്ടായ ഋഭുക്കൾ എന്ന ദേവന്മാർ തീക്കൊള്ളിയും കൊണ്ട് ഇവരെയൊക്കെ പേടിച്ച് ഓടിപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ യജ്ഞവർണ്ണനയുടെ ഒരു ഭാഗം, സതിയുടെ ദേഹത്യാഗം എന്ന ഭാഗം ഇവിടെ ഉപസംഹരിച്ചു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.